അതും ഇത്രയും റെപ്യൂട്ടേഷൻ ഉള്ളൊരു ബ്രാൻഡും ഇത് ആയപ്പോഴത്തേക്ക് ഞാൻ നേരെ അവർക്ക് മെയിൽ അയച്ചപ്പം പിന്നെ നിപ്പോൺ വണ്ടി റീകോൾ ചെയ്തിട്ട് ആദ്യം നെഗോസിയേഷനൊക്കെ നടത്തി അവർ 50% 80% എന്നൊക്കെ പറഞ്ഞു. ഒരു ടോട്ടൽ ലോസ് ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഞാൻ സേഫ് ആയിട്ട് ഒരു പൊടി പോലും എനിക്ക് ഒന്നും പറ്റിയില്ല. ടോട്ടൽ ലോസ് ആയിപ്പോയി വണ്ടി. ഞാൻ നോർമൽ ഓയിലാണ് ഇടുന്നത്, സിന്തറ്റിക് ഇടാറില്ല. അപ്പം ഞാനത് നോർമൽ ബേസ്റ്റാന്ന് വിചാരിച്ചിട്ട് ടയർ റീപ്ലേസ് ചെയ്യണ ഷോപ്പിൽ ചെന്നപ്പോഴാണ് ബാക്കി 3 ടയേഴ്സും ഇതുപോലെ ബൾജ് ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഹ്യുണ്ടയിൽ ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് എക്സ്റ്റൻഡഡ് വാറന്റി എത്ര നാൾ കിട്ടും അത്രയും നാൾ എടുത്താവും, ഇല്ലെങ്കിൽ പണി കിട്ടും ഷുവറായിട്ടും. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ 4 പ്രാവശ്യം ടയർ ചെയ്യാൻ മാറ്റിയിട്ടുണ്ട്. എപ്പോഴും ടയറിന് പ്രശ്നമാണ്. ക്രിസ്റ്റയെക്കാട്ടിൽ എക്സ്പെൻസീവ് ആണ് ക്രെറ്റയ്ക്ക് സർവീസ് വരുന്നത്. എൻ്റെ BM-ന് അതിൽ കൂടുതൽ മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്, ക്രിസ്റ്റയ്ക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ പണി പാളി. ആവറേജ് വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി കുഴിയിൽ ചാടുമ്പോഴും അല്ലെങ്കിൽ ഹമ്പ് എടുക്കുമ്പോഴൊക്കെ ഫുഡ് സ്റ്റെപ്സ് തട്ടുന്നുണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ബോക്കുദിനഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വാഹനവുമായിട്ടല്ല വന്നിരിക്കുന്നത്, 1 2 ഒന്നുമല്ല, 4 വാഹനങ്ങളും കൊണ്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അത് നമ്മുടെ പ്രീമിയം ബ്രാൻഡ്സ് തൊട്ട് നോർമൽ ബ്രാൻഡ്സ് വരെയുള്ള 4 വാഹനങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഹ്യുണ്ടയുടെ ക്രെറ്റയുണ്ട്, BMW X1 ഉണ്ട്, അതുപോലെ അമേസ് ഉണ്ട്, ടൊയോട്ടയുടെ ക്രിസ്റ്റ ഉണ്ട്. അപ്പം 4 വാഹനങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ഒരുമിച്ച് എടുക്കാനാണെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ യൂസറിനോട് ചോദിച്ച് ഓരോ വാഹനങ്ങളുടെയും ഒരു എക്സ്പെൻസ് ഒരു ഇയറിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എന്തുമാത്രം എമൗണ്ട് ആകുന്നു, ഓരോന്നിൻ്റെയും വിലയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വാഹനങ്ങളുടെ യൂസർ റിവ്യൂ ഒറ്റയടിക്ക് കിട്ടും. ഈ ഒരു 10-30 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 4 വാഹനങ്ങളെ പറ്റി അറിയാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ യൂസറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്നിട്ട് ഓരോ വാഹനങ്ങളെയും പറ്റി വിശദമായിട്ട് നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, ഇതാണ് ഈ വാഹനങ്ങളുടെയൊക്കെ ഓണർ. മൻസൂർ എന്നാണ് ബ്രോയുടെ പേര്. ഹായ് ബ്രോ. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ ആക്ച്വലി ബിസിനസ്സാണ്. റീറ്റെയിലാണ് ബിസിനസ്. റീറ്റെയിൽ അപ്പാരൽസ് ബിസിനസ്സാണ്. ഓക്കെ, പിന്നെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ, മൊബൈൽ ഫോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പരിപാടിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം വാഹനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇഷ്ടമുള്ള വാഹനങ്ങൾ എടുക്കുന്നു. വാഹനോട് ഭയങ്കര താല്പര്യമാണ്. താല്പര്യമാണ്. അപ്പം ഇത് കണ്ടപ്പോൾ മനസ്സിലായി, ഒരു ഡ്രൈവേഴ്സ് കാറൊക്കെ എടുത്തപ്പം ഒരു വാഹനപ്രാന്തനാണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലേ. അപ്പം ഇതിൽ ഏത് വാഹനമാണ് ആദ്യം സ്വന്തമാക്കിയത്? ഞാൻ ആക്ച്വലി ആദ്യം ക്രെറ്റയാണ് മേടിച്ചത്, അല്ല ഇന്നോവയാണ് മേടിച്ചത്. 2016 ആണ് എൻ്റെ മാരേജിനോടുകൂടി ഞാൻ ഇന്നോവയാണ് മേടിച്ചത്. ഇതിന് മുമ്പ് വണ്ടികളുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ കിടക്കുന്നതിൽ ഉള്ള ഫസ്റ്റ് വണ്ടി ഇതാണ്. അതെ. ഇതിനു മുമ്പ് ഒത്തിരി കുഞ്ഞു വണ്ടികളും മാരുതിയുടെ 3ലധികം വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്കോഡ, ലോറ റീസെന്റ് കുറച്ചാൾ മുമ്പാണ് കൊടുത്തത്. അത് മെയിൻ്റനൻസ് ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തതാണ്. പക്ഷെ അത് ഉക്കരം വണ്ടിയായിരുന്നു. എനിക്കൊരു ടോട്ടൽ ലോസ് ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഞാൻ സേഫ് ആയിട്ട് ഒരു പൊടി പോലും എനിക്ക് ഒന്നും പറ്റിയില്ല. ടോട്ടൽ ലോസ് ആയിപ്പോയി വണ്ടി. അതെ. പക്ഷേ വണ്ടി ഞങ്ങൾ റിട്രീവ് ചെയ്തു. 4 കൊല്ലം ഉപയോഗിച്ചു. പിന്നെ അതിന്റെ ഗ്രാജുവൽ ഒരു 10 years ഒക്കെ ആയപ്പോഴത്തേക്കും ഗ്രാജുവൽ മെയിൻ്റനൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹൈ കോസ്റ്റ് ആണ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഇപ്പം ഡോറൊക്കെ തന്നെ ജാമായി പോവും. പിന്നെ അത് മാറ്റണമെങ്കിലൊക്കെ ഹ്യൂജ് എക്സ്പെൻസ് ആണ് വരുന്നത്. അതിൻ്റെ പവർ വിൻഡോ ആണെങ്കിലും ഒക്കെ മാറാൻ നേരത്തെ എനിക്ക് തോന്നുന്നു 50,000 60,000 റേഞ്ചിലേക്കൊക്കെ പോയപ്പം വണ്ടി ഒഴിവാക്കിയതാണ്. ഓക്കെ, അപ്പം സ്കോഡ യൂസ് ചെയ്തു. ഫോക്സ് വാഗൺ യൂസ് ചെയ്തിട്ടുണ്ടോ? ഫോക്സ് വാഗൺ യൂസ് ചെയ്തിട്ടില്ല, സ്കോഡയാണ്. ഹ്യുണ്ടൈ ഉണ്ട്. പിന്നെ ഹ്യുണ്ടൈ ഇതിനു മുമ്പ് മറ്റേ i20 ടോപ്പ് എൻഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ ഒരു 2-3 years യൂസ് ചെയ്തിട്ട് പിന്നെ അത് മാറിയിട്ടാണ് ഞാൻ ക്രെറ്റയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. ഓക്കെ. അപ്പം ബ്രോ പറഞ്ഞത് ക്രിസ്റ്റയുടെ യൂസർ എക്സ്പീരിയൻസ് ആണെന്നാണ്. അപ്പോൾ ഇവിടെ ഞാനിത് ഇത്രയും വണ്ടികൾ കണ്ടപ്പം ഞാൻ പറഞ്ഞു വണ്ടി നമുക്ക് എല്ലാവരുമായിട്ട് ഓരോന്നിൻ്റെയും ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ പറയാൻ ഒക്കുമെന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയൊക്കെ ഇങ്ങനെ ഇട്ട് ഓരോന്നിൻ്റെ ആയിട്ട് ചോദിക്കുക. അപ്പം നമുക്ക് ആദ്യം എടുത്ത ക്രിസ്റ്റ അല്ലേ, ആദ്യം ക്രിസ്റ്റയിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ക്രിസ്റ്റയെ ഇപ്പോൾ എടുത്തിട്ട് 2016 എടുത്തതാണ്. അപ്പം 7 years ആയിട്ടുണ്ട്. 7 years. അപ്പം 7 yearsൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചോദിക്കുമ്പം അന്ന് 2016 എടുത്തപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയായിരുന്നു? ഇത് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 26 lakhs-ന്റെ മേലെ വണ്ടിക്ക് വില വന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആക്സറീസ് എല്ലാം കൂടി 27.5-ന്റെ താഴെ നിന്നു. ഓക്കെ, അതെ. അപ്പം ഇന്നത്തെ വിലയൊക്കെ നോക്കുമ്പോൾ ബേസ് മോഡലിന്റെ വിലയാണ് ഈ 24-25 lakhs ഒക്കെ. ഇത് 2.8Z ആണ്. ഇത് 2.8Z ആണ്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അപ്പം അതിന് ഇപ്പോൾ 2.8 ഒന്നും അവൈലബിൾ അല്ല, ഡീസൽ അവൈലബിൾ അല്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.
ഓക്കെ, അപ്പം ഇതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ? ഇത് നിയർലി 63,000 ആയി. 60,000 കിലോ സർവീസ് ഡ്യൂ ആണ്. ഓക്കെ, അപ്പം അത്രയും ഓടിയപ്പോൾ എത്ര സർവീസസ്, എത്ര കിലോമീറ്ററിനൊക്കെ? എവറി 5,000 ഇതിന്റെ സർവീസസ് വരുന്നത്. 5,000 ജനറൽ ചെക്കപ്പും കാര്യങ്ങളുമാണ്. അവർ നോക്കും, എന്നിട്ട് 10,000 എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയും. എനിക്ക് തോന്നുന്നു 2,000 രൂപയുടെ താഴെയാണ് 5,000 സർവീസിൽ വരുന്നത്. 10,000 ഒരു 7,000-7,500 റേഞ്ച്. അതെ അതെ, ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽട്ടർ, പിന്നെ അതിന്റെ AC ഫിൽട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ചെയ്യണത്. ഞാൻ നോർമൽ ഓയിലാണ് ഇടുന്നത്, സിന്തറ്റിക് ഇടാറില്ല. ഞാൻ പഡേ തൊട്ട് തന്നെ നോർമൽ ഓയിലാണ് ഉപയോഗിക്കാറ്. എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും തോന്നിയില്ല. പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്കോഡ ലോറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയാണ് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 3 ഇയേഴ്സിലൊക്കെ വണ്ടി മാറും നോർമലി. അപ്പോൾ ഒരു 45,000-50,000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴത്തേക്കും വണ്ടി മാറാറുണ്ട് നോർമലി. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഓയിലിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും, പക്ഷെ സിന്തറ്റിക് ഇടാറില്ല. സിന്തറ്റിക് ഫുള്ളി സിന്തറ്റിക് വലിയ കാര്യമില്ലെന്ന്. അതായത് ഞാൻ ഒത്തിരി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് അത് ഒരു 30,000 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്. ആദ്യം തന്നെ പോയിട്ട് നമ്മൾ അത് ഇടുന്നതിൽ വലിയ വണ്ടിക്ക് മേജറായിട്ട് വലിയ എന്താണെന്ന് ഇത് ഒന്നും ചെയ്യാത്ത വണ്ടിയും 10 ലക്ഷം 6 ലക്ഷം ഓടുന്നുണ്ട്, ക്രിസ്റ്റയൊക്കെ ഇന്നോവയൊക്കെ. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു അതെ അതെ നമ്മൾ അത്രയും അത് ഭയങ്കര കോസ്റ്റ് ഡിഫറൻസ് ഉണ്ട് സിന്തറ്റിക് ഓയിൽ ചേഞ്ചും നോർമൽ ഓയിൽ ചേഞ്ചും. അവർ വലിയ പ്രീമിയം പാർട്സും കാര്യങ്ങളൊന്നും അല്ലായിരിക്കും അവരും ചെയ്യുന്നത്, അതറിയില്ല. പക്ഷെ നോർമലി കോസ്റ്റ് ഡിഫറൻസ് ഭയങ്കര ഉണ്ട്. അതുകൊണ്ട് ഞാൻ നോർമൽ ഓയിലാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന് ഈ വണ്ടി എടുത്തപ്പോൾ ഏതൊക്കെയായിരുന്നു വേറെ കയ്യിലുണ്ടായിരുന്ന വാഹനങ്ങൾ? എൻ്റെ കയ്യിൽ സ്കോഡ ലോറ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹ്യുണ്ടൈ i20 ടോപ്പ് എൻഡ് മോഡൽ ഉണ്ടായിരുന്നു, മാനുവൽ ഡീസൽ. പിന്നെ എനിക്ക് തോന്നുന്നു സെലേരി ഉണ്ടായിരുന്നു. പിന്നെ 2-3 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, വിറ്റു. പിന്നെ പഴയ ഒരു സെന്ന് നമ്മുടെ കയ്യിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ 20 years ആയി, അത് കൊടുക്കുന്നില്ല, അത് അങ്ങനെ ഇട്ടേക്കുവാണ്. ഫസ്റ്റ് വണ്ടിയാണ് വീട്ടിലെ. ഓക്കെ, അത് അവിടെ കിടപ്പുണ്ട്. അതെ അതെ, അത് നമ്മൾ കാണിക്കാം. ഓക്കെ, അപ്പം ഇത് 50,000-60,000 കിലോമീറ്റർ ആയിട്ട് എങ്ങനെയുണ്ട് ഒരു ട്രാവൽ കംഫർട്ടും കാര്യങ്ങളും? ഇനീഷ്യലി ആ എടുത്ത എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. വലിയ ഒരുപാടൊന്നും പെർഫോമൻസിലൊന്നും എഫക്റ്റ്, ചെറിയ പവർ ഡ്രോപ്പ് ഒക്കെ ഫീൽ ഉണ്ടെങ്കിലും അത് അങ്ങനെ അത് ആ 60,000-ന്റേതായ ഒരു ഇത് മാത്രമേ ഉള്ളൂ. സർവീസ് ചെയ്യുമ്പോൾ മാറി. ഇപ്പൊ 60,000-ന്റെ സർവീസ് ഡ്യൂ ആണ്, ഇപ്പൊ ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അതിന് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. അതെ അതെ അതെ. പിന്നെ ഇതിന് കിട്ടുന്ന മൈലേജ് എത്രയാണ് നോർമലി ഓടിക്കുന്നത്? മൈലേജ്, കംഫോർട്ട്, സ്പോർട്സ്, അതിലേതൊക്കെയാ? ഞാൻ കംഫർട്ടിലാണ് ഓടിക്കാറ്. ഇക്കോയിൽ ഞാൻ തീരെ ഉപയോഗിക്കാറില്ല. പിന്നെ സ്പോർട്ടിലും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് അതിന്റെ, പക്ഷെ അത് ഭയങ്കര നോയ്സ് ആണ്. നമ്മൾ കാല് കൊടുക്കുമ്പം അത് കംഫർട്ടിൽ നമുക്ക് ആ പവർ കിട്ടും നമുക്ക്. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഗിയർ ഇത് AMT ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് ആ ഗിയർ ലാഗ് അങ്ങ് വരും. അതാണ് പവർ മോഡിലുള്ള ഇത്. ആ ഒരുപാട് ഇത് കേറിയിട്ടേ പവർ ഫീൽ ചെയ്യത്തുള്ളൂ, ഗിയർ ചേഞ്ച് വരത്തുള്ളൂ. അപ്പം കംഫർട്ട് മോഡ് തന്നെയാണ്. ഞാൻ കംഫർട്ട് മോഡ് തന്നെയാണ്. അതാണ് കംഫർട്ട്. അതെ 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 അതെ. അതിൽ എത്രയാണ് മൈലേജ്? അത് സിറ്റിയിൽ ഒരു 9 and 10 സിറ്റിയും ഉണ്ട്. ഇപ്പം കൂടുതലും സിറ്റി യൂസ് ആണ്. അതെ, ഒരു ആവറേജ് 9-10 ഒക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, ഇത്രയും വലിയൊരു പവർഫുൾ എഞ്ചിൻ, 2.8 ലിറ്റർ എഞ്ചിൻ, അതിനൊക്കെ 9-10 ഓക്കെ, കുഴപ്പമില്ല. അതെ അതെ. ഹൈവേയില് പക്ഷെ എനിക്ക് ഓൾമോസ്റ്റ് 16 കിലോമീറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. അത് ലോക്ക്ഡൌണിന്റെ സമയത്താണ് എടുത്തു പറയുകയാണ്, അല്ലെങ്കിൽ ആൾക്കാർ തള്ളാന്ന് വിചാരിക്കും ചിലപ്പോ. ചിലപ്പോ കമ്പനി വരെ തിരിച്ചു വിളിക്കും. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മീൻസ് ഇതിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് ഒരു 70 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച്. അതും ഞാനൊരു 1.5 മണിക്കൂറിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫ് ഹൗസിലേക്കൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുമായിരുന്നു ആ സമയത്ത്. ആ മോനൊക്കെ ഉള്ളതുകൊണ്ടും വൈഫ് ഡോക്ടറാണ്, അപ്പോൾ നമുക്ക് പാസ് കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു വൈഫിനെ ഡ്രോപ്പ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഒറ്റ സ്ട്രെച്ചിൽ 150 കിലോമീറ്റർ ഓടും. പോയി പിക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് വേറൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ കൊറോണയുടെ സമയത്ത്. അപ്പം എനിക്ക് ആ സമയത്ത് നോർമൽ ആവറേജ് 70 km/h സ്ട്രെച്ചിൽ എനിക്ക് ഈ മൈലേജ് വണ്ടി കാണിച്ചിട്ടുണ്ട്. 16.1 ആ റേഞ്ച് km/h 16 km/l കിട്ടിയിട്ടുണ്ട്. അതെ, കിട്ടിയിട്ടുണ്ട്. എങ്ങനെ പോയാലും എനിക്ക് ഒരു ആവറേജ് എനിക്ക് 14 എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി, ബിക്കോസ് മിച്ചം കാണിക്കുന്നുണ്ട് ഡീസൽ. ഞാൻ മോസ്റ്റ്ലി ഫുൾ ടാങ്ക് അടിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് അത് നമ്മൾ കാല് കൊടുക്കുന്ന അനുസരിച്ച് ഫ്യൂവൽ ഗേജും കുറയുന്ന ഫീൽ ചെയ്യുമല്ലോ. ഇത് പക്ഷേ അനങ്ങാറില്ല അവിടെ അത്ര ഓടുമ്പോൾ. നല്ലൊരു മൈലേജ്. പിന്നെ യാത്രാ സുഖത്തെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നീട് മെയിൻ്റനൻസിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു.
ഇനിയും അടുത്തതായിട്ട് ഇതിന്റെ ടയറിന്റെ ഒരു ഇഷ്യൂസ് നമ്മൾ അതെ 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 ഇതിന്റെ ടയറിന്റെ ഇഷ്യൂ എന്ന് പറയുന്നതായിട്ട് ഞാനൊരു ഒരു 9 months ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു 15,000 കിലോമീറ്റർ റഫ്ലി ആയപ്പോഴത്തേക്കും ഇതുപോലെ ലോങ് ഒരു സ്ഥലത്ത് പോയി വന്നപ്പം ടയറൊന്ന് ബേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാനത് നോർമൽ ബേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ടയർ റീപ്ലേസ് ചെയ്യണ ഷോപ്പിൽ ചെന്നപ്പോഴാണ് ബാക്കി 3 ടയേഴ്സും ഇതുപോലെ ബൾജ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു കമ്പനി കാണിക്കുന്നതാണ് നല്ലത്, 4 ടയർ ഒരുമിച്ച് മാറ്റുമ്പോഴത്തേക്കും പുതിയ വണ്ടിയല്ലേ, നമുക്ക് ഒരു സസ്പീഷ്യസ് ആയിട്ട് തോന്നി. എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഞാൻ ഒരു ലെസ് ദാൻ 1 year എന്ന് പറയാം. അതെ അതെ, ഞാൻ ജൂലൈയിൽ എടുത്തു. 1 year, എക്സാക്ട്ലി 1 year. എനിക്ക് തോന്നുന്നു സിസ്റ്ററിന്റെ കല്യാണം ജൂലൈയിൽ എന്തോ ആയിരുന്നു. അപ്പൊ 11-12 months മാക്സ് ആ കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നിപ്പോൺ ടൊയോട്ടയിൽ വിളിച്ച് പറഞ്ഞ അവർ വണ്ടി എടുത്തു. പിന്നെ അവരത് ആദ്യം പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വണ്ടി റിട്ടേൺ എടുത്തിട്ട് ക്രിലോസ്കറിൽ മെയിൽ അയച്ചു, ഡയറക്റ്റ് മെയിൽ അയച്ചു. ബിക്കോസ് എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. 4 ടയർ ഒരുമിച്ച് പോകുക എന്നുള്ളത് 10,000-15,000 കിലോമീറ്റർ. ബിക്കോസ് 17 inch ടയറിന് അന്ന് അത്യാവശ്യം നല്ല വിലയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ച വണ്ടികളിൽ ഏറ്റവും വലിയ ടയറും ആയിരുന്നു ഈ വണ്ടിയുടെ. അപ്പം ഞാൻ ഭയങ്കര പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. ഇത്രയും വില കൂടിയ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ടയർ, അതും ഇത്രയും റെപ്യൂട്ടേഷൻ ഉള്ളൊരു ബ്രാൻഡും ഇത് ആയപ്പോഴത്തേക്ക് ഞാൻ നേരെ അവർക്ക് മെയിൽ അയച്ചപ്പം പിന്നെ നിപ്പോൺ വണ്ടി റീകോൾ ചെയ്തിട്ട് ആദ്യം നെഗോസിയേഷൻ ഒക്കെ നടത്തി. അവർ 50%, 80% എന്നൊക്കെ പറഞ്ഞു. ഫൈനലി അവർ വണ്ടി ടയർ 5 ടയറും അലോയി മാറ്റി തന്നു. പക്ഷെ ഡൗൺ സൈസ് ചെയ്തു. അത് ടൊയോട്ടയുടെ ഇത് വെച്ചിട്ട് അവർ പറഞ്ഞു ഇപ്പം 16 inches മാത്രം കൊടുത്താൽ മതി. പിന്നെ ആ സമയത്ത് വന്ന ഇസഡ് കാറ്റഗറിയിലുള്ള വണ്ടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 16 inchസിലായിരുന്നു ടയർ വന്നുകൊണ്ടിരുന്നത് ഒരു ലോട്ട് വന്നത്. പിന്നെ അവർ ടയർ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്ത് വന്ന ഇസഡ് മോഡൽസ് എല്ലാം ഇതായിരുന്നു. കുറെ വണ്ടികൾക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ടയറിന്റെ ഇഷ്യൂസ്, ബേസ്റ്റ് ആവുന്നു, ബൾജ് ആവുന്നു, കുറെ കംപ്ലൈന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ആദ്യം 17 inch ടയേഴ്സ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ ഒരു വർഷത്തോളം 17 inch യൂസ് ചെയ്തിട്ട് 16 inchിലോട്ട് വന്നപ്പം ഡ്രൈവിൽ എങ്ങനെയാണ് കംഫർട്ട്? ഡ്രൈവിൽ എന്ന് പറഞ്ഞായിട്ട് കംഫർട്ട് സത്യം പറഞ്ഞാൽ കൂടി. ബിക്കോസ് പ്രൊഫൈൽ സൈസ് ഒക്കെ കൂടുകയാണ് ചെയ്തത്. അപ്പൊ കംഫർട്ടും ഇതെല്ലാം കൂടുകയാണ് ചെയ്തത്. വണ്ടിയുടെ ലുക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൊഫൈല് ലോ പ്രൊഫൈലും മറ്റേത് പ്രൊഫൈല് കൂടിയ ടയറും ആയതുകൊണ്ട് മോഡലാണോ എന്നുള്ള എല്ലാവരും ചോദിച്ചു ഇതെന്താ ഇസഡിൽ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. പിന്നെ നമ്മളതൊന്നും ആരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കംഫർട്ട് കൂടി. പക്ഷെ അതിന്റെ കൂടെ ഒരു ഡിസഡ്വാൻറ്റേജ് വന്നത് ഇതിന്റെ ഫുഡ് സ്റ്റെപ്സ് താഴെ തട്ടാൻ തുടങ്ങി. അതെ അതെ, അത് ഞാൻ അവിടെ വണ്ടി ഫുൾ ലോഡിൽ പോകുമ്പം 7 പേരൊക്കെ ഇരുന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ 6 പേര് ഇരുന്ന് പോകുമ്പം ആവറേജ് വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി കുഴിയിൽ ചാടുമ്പോഴും അല്ലെങ്കിൽ ഹമ്പ് എടുക്കുമ്പോഴൊക്കെ ഫുഡ് സ്റ്റെപ്സ് തട്ടുന്നുണ്ടായിരുന്നു. 2 സൈഡും എങ്ങനെ എടുത്താലും വണ്ടി തട്ടുമായിരുന്നു. അപ്പൊ അതെനിക്കൊരു ഡിസ്കംഫേർട്ട് ആയിരുന്നു. എനിക്ക് ചില സമയങ്ങളിൽ വലിയ കുഴിയാണെങ്കിൽ ഫുൾ ലോഡും വേണ്ട, ഞാനും വൈഫും മാത്രമാണെങ്കിൽ പോലും തട്ടുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു പോരായ്മയായിരുന്നു. ഞാൻ പലതവണ അത് സർവീസ് സെന്ററിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ അത് എൻ്റെ ഇരിക്കുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന ഫുഡ് സ്റ്റെപ്പാണ്. അപ്പൊ അതിന്റെ ആണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അത് കാര്യമായിട്ട് എടുത്തില്ല, എപ്പോഴും നോക്കി ഓടിക്കും. അങ്ങനെയായിരുന്നു. അത് കൂടാതെ സർവീസ് ചെയ്യാൻ പോയപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് റീപ്ലേസ്മെന്റിനോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്? ഇല്ല ഒരിക്കലും പക്കയാണ്. അവർ ഓൺ ടൈം ഇതാണ്. അവർ വണ്ടി വീട്ടിൽ വന്ന് അതിന് എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ പ്രിഫർ ചെയ്യുന്ന അതാണ്. അവർ വന്ന് പിക്കപ്പ് ആൻഡ് കോസ്റ്റിന് ഡ്രോപ്പിന് കോസ്റ്റ് ഉണ്ട്. അത് ചെറിയ മിനിമൽ എമൗണ്ട് ആണ്. നമ്മളിപ്പോൾ അവിടെ പോയി വണ്ടി കൊടുത്ത് പിന്നെ ഒരു ഊബർ തിരിച്ചു വരുന്നതും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതിനും എന്തുകൊണ്ടും നമുക്ക് ബെറ്റർ ഇത് തന്നെയാണ്. അപ്പൊ നേരത്തെ ബുക്ക് ചെയ്യും, ആള് വന്ന് എടുത്തോളും. അവര് പോയിട്ട് അവര് സർവീസ് അഡ്വൈസർ വിളിക്കും. എല്ലാം പക്കയാണ്, അതിലൊന്നും ഒരു ഇതുമില്ല. ഈ ടയറിന്റെ കാര്യം വന്നപ്പോ അവരും അങ്ങ് പാനിക്കായി പോയി. അവർക്കും അത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കൊച്ചിൻ ഇപ്പോൾ കളമശ്ശേരിയിൽ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് കേസ് ആയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തോന്നുന്നു അവർ അങ്ങനെ റിയാക്ട് ചെയ്തു. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ എസ്കലേറ്റ് ചെയ്യുന്ന അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പിന്നെ എനിക്ക് അവിടെ അത്യാവശ്യം അവരുടെ ടോപ്പ് മാനേജ്മെന്റിൽ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ വഴിയും ഒന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഇത്രയൊക്കെ ഉണ്ടായെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു 1 weeks ടൈമിൽ അവര് ഇത് മാറ്റി തരാന്ന് പറഞ്ഞു. പിന്നെ ടയർ വരാനുള്ള ഒരു ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 5 ടയറും അലോയി മാറ്റി പുതിയത് കിട്ടി. അതല്ലാതെ വേറെ പാർട്സ് വേറെ എനിക്ക് ആക്ച്വലി ഇതിന്റെ അകത്ത് ഞാൻ എക്സ്റ്റൻഡഡ് വാറന്റി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു സമയത്ത് ഒരു പവർ വിൻഡോയുടെ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് പക്ഷെ അവരത് കാണിച്ചപ്പോൾ തന്നെ വാറന്റിയിൽ റീപ്ലേസ് ചെയ്തതാണ്. അത് ഇച്ചിരി കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. 13,500 എന്തോ ആണ് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നു, വാറന്റി ഉള്ളതുകൊണ്ട്. ആ സമയത്താണ് എക്സ്റ്റൻഡഡ് വാറന്റി എടുത്തതിന്റെ ഒരു ഗുണം മനസ്സിലായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ. പിന്നെ ടൊയോട്ടയാണ് ഇത്രയും കിലോമീറ്റർ ലക്ഷങ്ങൾ സുഖമായിട്ട് കിടന്നു പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ്. പക്ഷെ ഇലക്ട്രോണിക് പാർട്ടല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അല്ലാതെ ബാക്കി എഞ്ചിൻ സൈഡും കാര്യങ്ങളും ഒരു ഒരിക്കലും ഇതുവരെ ആസ് ഓൺ ടുഡേ നോ ഇഷ്യൂസ് എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്ന ബ്രേക്ക് പാഡ് വരെ എനിക്ക് 30,000 കിലോമീറ്ററിലാണ് മാറേണ്ടി വന്നിട്ടുള്ളൂ ഇത്രയും ലോഡുള്ള വണ്ടിക്ക്. ടയറോ? ടയർ എനിക്ക് ആവറേജ് ആ പുതിയ ടയർ ഇട്ടിട്ട് 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേണമെങ്കിൽ ഓടിക്കാം അതിട്ടിട്ട്, സിറ്റി ഡ്രൈവിലൊക്കെ സുഖമായിട്ട് ഓടും. പക്ഷെ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന കാരണം ഞാൻ അതൊന്ന് ഒഴിവാക്കി മാറ്റി പുതിയത് ഇട്ടതാ. അതെ അതെ, ഇപ്പൊ ഇട്ടിട്ട് അധികം ആയിട്ടില്ല. ഓക്കെ. അപ്പം അതൊക്കെയാണ് ഇന്നോവ ക്രിസ്റ്റയെ പറ്റി ഉള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് പറയാനായിട്ടുള്ളത്. എക്സ്പീരിയൻസ് അതാണ്. ഇത്ര വണ്ടി ഉപയോഗിക്കുന്നതിൽ ഒരു വണ്ടിയുടെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവും ഏറ്റവും വാല്യൂ ഫോർ മണിയും ആണ്. ബിക്കോസ് ഇപ്പം ഈ വണ്ടി ഇറങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ 2.8Z 34 lakhs അടുത്തുണ്ടായിരുന്നു തോന്നുന്നു. 5 lakhs 5 to 6 lakhs പ്രൈസ് കൂടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോ ഈ വണ്ടി കൊടുത്താൽ പോലും കൊടുത്താൽ പോലും എനിക്ക് മേടിച്ച വില കിട്ടുക. റോഡ് ടാക്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 4.5 ലക്ഷം റോഡ് ടാക്സ് പോയിട്ടുണ്ട്. പക്ഷെ അത് ഒഴിവാക്കുവാണെങ്കിൽ ഇതിന്റെ വണ്ടിയുടെ വില എനിക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു കൂടുതൽ കിട്ടും. അതെ. ഓക്കെ. അപ്പം അതൊക്കെയാണ് ഇന്നോവ ക്രിസ്റ്റയുടെ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് ക്രിസ്റ്റ മാറി ക്രെറ്റയിലേക്ക് പോവാം. ഇനി ക്രെറ്റയുടെ യൂസർ എക്സ്പീരിയൻസിലേക്ക് പോവാം. ഓക്കെ. ഹ്യുണ്ടായി ക്രെറ്റയുടെ യൂസർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഇത്. ഇപ്പം 4 കൂടെ ഒരു വീഡിയോയിൽ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2 എപ്പിസോഡ് ആക്കും കേട്ടോ. അപ്പം ഇത് ഏത് ഇയർ ആണ്? ഇത് 2018 ജൂലൈയിൽ എടുത്തതാണ്. ക്രിസ്റ്റ ഉള്ളപ്പോൾ തന്നെ ഞാൻ i20 അപ്ഗ്രേഡ് ചെയ്തതാണ്. ഓക്കെ. i20 ഹ്യുണ്ടായിലേക്ക് അപ്ഗ്രേഡ് ചെയ്തതാണ്. അതെ. ഓക്കെ. അപ്പം ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഇതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ബ്ലാക്ക് ആണ് ഞാൻ ബുക്ക് ചെയ്തത്. ഓക്കെ. ഈ വണ്ടി ഇത് ഇറങ്ങിയപ്പോൾ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയപ്പം ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് പോയിട്ട് ബുക്കിംഗ് ചെയ്തതാണ്. ആദ്യം ഒരു ഡീലറിന്റെ അടുത്ത് ബുക്ക് ചെയ്തു. അവർ ബ്ലാക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വേറെ ഡീലർ തരാന്ന് പറഞ്ഞു. അങ്ങനെ ബുക്ക് ചെയ്തു. ബട്ട് അഗൈൻ അവർ പറഞ്ഞു ഡീസൽ കിട്ടത്തില്ല. ഞാൻ പിന്നെ പെട്രോൾ ആക്കി. എനിക്ക് ബ്ലാക്ക് വേണമായിരുന്നു. പക്ഷെ പിന്നെ അവര് എല്ലാരും പറഞ്ഞു പെട്രോൾ എടുക്കണ്ട പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ വണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ആയിരുന്നു എന്റെ ബർത്ത്ഡേ, അത് എന്തോ ആയിരുന്നു. അപ്പൊ അങ്ങനെ എടുത്തയാ. അപ്പം 2018 വണ്ടി ഇറക്കി. വൈറ്റ് എടുത്തു. ഫുൾ ഓപ്ഷൻ ആണ്. ആ സമയത്തുള്ള ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് മോഡലാണ്. സൺറൂഫ് ഉള്ള മോഡലാണ്. അതെ. സൺറൂഫ് ഒക്കെ ഉണ്ടല്ലോ. അതെ. ഓക്കെ. അപ്പം ഇതിന് എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പോ? ഇതിപ്പോ ഒരു 50,000 50 അടുത്തായി ആയിട്ടുണ്ട്. അപ്പം ഇത് അന്ന് എടുത്തപ്പോൾ ഓൺ റോഡ് പ്രൈസ് ഇത് എനിക്ക് 18.4 lakhs ആയി. 18.4 lakhs. ഇപ്പോഴത്തെ ക്രെറ്റയുടെ ടോപ്പ് മോഡലിന്റെ പ്രൈസ് 22 lakhs. നൈറ്റ് എഡിഷൻ ഒക്കെ 22 റേഞ്ച് വരും. 21.5 പ്ലസ് ഒക്കെ റേഞ്ച് എന്തോ ഉണ്ട് ഇതിന്. അതായത് 14.98 ആയിരുന്നു ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ്. പിന്നെ ടാക്സും ഇൻഷുറൻസും. പിന്നെ ഹ്യുണ്ടായിൽ ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് എക്സ്റ്റൻഡഡ് വാറന്റി എത്ര നാൾ കിട്ടും അത്രയും നാൾ എടുത്താവും. ഇല്ലെങ്കിൽ പണി കിട്ടും ഷുവർ ആയിട്ടും. എന്താ വെച്ചാൽ എനിക്ക് ആസ്റ്റ i20 ആസ്റ്റ ഞാൻ ഫസ്റ്റ് വണ്ടി ഇറങ്ങിയ മോഡല് ഞാൻ ഒരു ഡീലറിന്റെ കയ്യിൽ നിന്ന് എടുത്തയാ. അതും റെഡി ക്യാഷ് കൊടുത്ത് എടുത്ത വണ്ടിയാണ്. അത് എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മറ്റേ അതിന്റെ ഇൻഫോർടൈൻമെന്റ് വർക്ക് ചെയ്യാണ്ടായി. പിന്നെ അത് എന്തൊക്കെയോ മാറി അവര്. വണ്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇതുപോലത്തെ ചെറിയ കംപ്ലൈന്റുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുവായിരുന്നു. വാറന്റി ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി. അത് ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ 2 years or 3 years എന്തോ എടുത്തിട്ടുണ്ടായുള്ളൂ. വണ്ടി കൊടുക്കുകയും ചെയ്തു ഞാൻ അത് കഴിഞ്ഞപ്പോൾ. ഇത് എടുത്തപ്പോഴും ഞാൻ വണ്ടി എടുത്തപ്പോൾ തന്നെ 5 years എക്സ്റ്റൻഡഡ് വാറന്റി എടുത്തു. അത് ഗുണവും ചെയ്തു. എനിക്ക് പല രീതിയിലും ഗുണം ചെയ്തു. ഇതിന്റെ ഇതുപോലെ ബാക്കിലെ പവർ വിൻഡോ മാറി. പവർ വിൻഡോയുടെ മോട്ടർ എല്ലാം മാറി. പിന്നെ ഇതിന്റെ ആക്സിലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്ക് ആക്സിൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ 4 പ്രാവശ്യം ടയർ ചെയ്യാൻ മാറ്റിയിട്ടുണ്ട്. എപ്പോഴും ടയറിന് പ്രശ്നമാണ്. അപ്പൊ അത് ഇതുപോലെ അത് പക്ഷേ എക്സ്റ്റൻഡഡ് വാറന്റിയിൽ വരുമോ? അത് അവരെനിക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അലൈൻമെന്റ് ചെയ്യുമ്പോൾ അതിന് ആക്സിലിന് ചെറിയ പ്രൊപ്പോർഷണൽ മിസ്മാച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവര് ഇത് ഇതുവരെ ചെയ്തു. അപ്പൊ 4 പ്രാവശ്യം ടയർ മാറേണ്ടി വന്നു എനിക്കത്. അത് അവരുടെയും മിസ്റ്റേക്ക് അല്ല, നമ്മുടെയും മിസ്റ്റേക്ക് അല്ല. പക്ഷെ വാറണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ എനിക്ക് ടയറിൽ ഇപ്പോഴും പുത്തൻ ടയർ കിടക്കുന്നത് ഇതിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വോബ്ലിംഗ് ആയിരുന്നു. അതെ. ഇത് 17 ഇഞ്ച് ടയേഴ്സ് അല്ലേ? ഇത് 17 ഇഞ്ച് ടയേഴ്സ്, സ്റ്റോക്ക് ടയേഴ്സ് ആണ് വിത്ത് അലോയ്. ഓക്കെ. അപ്പം വേറെ എന്തൊക്കെയാണ് വാറണ്ടിയിൽ
വാറണ്ടി വഴി അതാണ് മെയിൻ അത് നല്ല കോസ്റ്റ് വരുന്ന ഇതായിരുന്നു. അതെ അതെ അതെ, ബാക്ക് ആക്സിലിന്റെ ഇത് വരുന്നത്. പിന്നെ വേറെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും, ബിക്കോസ് ഇപ്പൊ തന്നെ അതിന്റെ ഫ്രണ്ടിലത്തെ എനിക്ക് തോന്നുന്നത് എന്റെ ഇപ്പൊ ഈ വണ്ടി ഇപ്പം ഈ കൊല്ലം 5 വർഷമാവും, വാറണ്ടി തീരുമെന്ന് തോന്നുന്നു. അതിന്റെ പവർ വിൻഡോടെ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് പ്രസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് നോക്കണം. പിന്നെ ഞാൻ ഇപ്പൊ ഈ വണ്ടി ഉപയോഗിക്കുന്നില്ല അധികം, ഫാദറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വളരെ കുറച്ചാണ് ഈ വണ്ടി യൂസ് ചെയ്യുന്നത്. മേജർലി ഫാദറാണ് ഈ വണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ എടുത്ത് 6 months കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ BM-ലേക്ക് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. അപ്പം ഇത് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫാദറെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ. ഓക്കെ, അപ്പം ഇതിന് കിട്ടുന്ന മൈലേജ് എത്രയാണ്? ഇതിന്റെ മൈലേജ് ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. മൈലേജ് ഇല്ലെന്ന് തന്നെ പറയാം, ബിക്കോസ് ക്രിസ്റ്റയുടെ പോലെ തന്നെ മൈലേജ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൽ കാണിക്കുന്ന 11 മീറ്ററിൽ കാണിക്കുന്ന കേട്ടോ, ഞാൻ അല്ലാതെ ചെക്ക് ചെയ്തിട്ട് ഫുൾ ടാങ്ക് ഒന്നും അടിച്ച് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ മീറ്ററിൽ കാണിക്കുന്നത് 10ഉം 11ഉം ഒക്കെയാണ്. ഇത് 1.5 ലിറ്റർ 125 PS ഉള്ള വണ്ടിയാണ്. പിന്നെ നല്ല പവറാണ്, പക്ഷേ നല്ല പവർഫുൾ ആണ്. കംഫർട്ടും എല്ലാം ഉഗ്രനാണ്. ആ സമയത്ത് ഞാൻ 5 കൊല്ലം മുമ്പ് എടുക്കുമ്പോൾ ഈ വണ്ടിനെ എല്ലാം വേറെ വണ്ടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്ക് എന്റെ കോൺസെപ്റ്റ് ഒന്നുമില്ല. അതെ അതെ അതെ. പിന്നെ ഞാൻ എപ്പോഴും ഒരു എടുത്തിയാട്ടക്കാരനാ. തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. അപ്പൊ തന്നെ വണ്ടി കിട്ടിക്കോളാം. അപ്പൊ എനിക്ക് അതാ ഞാൻ ബ്ലാക്ക് ഒന്നും എനിക്ക് കിട്ടാണ്ട് പോയത്. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം വണ്ടി ഇതാണ്. വണ്ടി അടിപൊളി വണ്ടിയാണ്. 5-6 കൊല്ലം ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല. എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടായിരുന്നാൽ മതി. സർവീസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റ പോലെ അല്ല, കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. പക്ഷെ എന്നാലും മിനിമൽ ആണ്. ക്രിസ്റ്റയെക്കാട്ടിൽ എക്സ്പെൻസീവ് ആണ് കറക്റ്റൊക്കെ സർവീസ് വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഏറെക്കുറെ അങ്ങനെ വേണമെങ്കിൽ ഈക്വൽ ആണെന്നും പറയാം. ബിക്കോസ് ഇതിന് 10,000-ലാണ് സർവീസ് വരുന്നത്. മറ്റേത് 5ഉം 10ഉം ആകുമ്പോഴത്തേക്കും 2 സർവീസ് വരും. ഇത് ഒരു സർവീസേ വരുള്ളൂ. അതിൽ എനിക്ക് തോന്നുന്ന ആവറേജ് ഒരു 8,000 രൂപ 9,000 രൂപയൊക്കെ വരുന്നുണ്ട് 10,000-ല്. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്ന 35,000-40,000 എന്തോ അതിന്റെ ബ്രേക്ക് പാഡ്സ് മാറിയായിരുന്നു. രണ്ട് ബ്രേക്ക് പാഡ്സ്. അത് ഈ പറഞ്ഞതുപോലെ 15 രൂപ 16 രൂപയായി സർവീസ് ഉൾപ്പെടെ അതിന് വന്നത്. അതെ അതെ അതെ. അല്ലാതെ വേറെ പോരായ്മകൾ എന്തൊക്കെയാണ് ഈ 50,000 കിലോമീറ്റർ ഓടിച്ചതിൽ? പോരായ്മ എന്ന് പറഞ്ഞാൽ മൈലേജ് ഇത്രയും നല്ലൊരു വണ്ടിക്ക് ഭയങ്കര മൈലേജ് കുറവാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും എന്റെ BM-ന് അതിൽ കൂടുതൽ മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ക്രിസ്റ്റയ്ക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ പണി പാളി, ഭയങ്കര താഴെട്ടോ. അപ്പൊ കാണിക്കും അത് മീറ്ററിൽ. മാത്രമല്ല ഭയങ്കര എരമ്പക്കമാണ്. ട്രാൻസ്മിഷൻ സ്മൂത്ത് ആണ്. ട്രാൻസ്മിഷൻ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഭയങ്കര നമ്മൾ കാലു എടുക്കുമ്പം, അതായത് 2000 RPM-ലേക്ക് കയറും വണ്ടി. പവർ ആവണോ 1500 to 2000 ആവും. അപ്പം ഭയങ്കര എരമ്പക്കമാണ്. നമുക്ക് അകത്ത് ആ നോയ്സ് ഫീൽ ചെയ്യാം. പക്ഷെ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും ഇതെല്ലാം അടിപൊളിയാണ്. ആ സമയത്ത് എനിക്ക് തോന്നണ നല്ലൊരു കൂടിയ, ഞാൻ ബ്രാൻഡ് ഏതാണെന്ന് ഓർക്കുന്നില്ല, പക്ഷെ അടിപൊളി മ്യൂസിക് സിസ്റ്റം ആണ്. ഇൻഫർടൈൻമെന്റ് ആ സമയത്തുള്ള വെച്ചിട്ട് നല്ലതാണ്. എയർ ബാഗ്സ് ഉണ്ട്. AC കൂളിംഗും എല്ലാം പക്കയാണ്. i20 ഹ്യുണ്ടൈയുടെ ഒക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഒക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഈവൻ ടൊയോട്ടയുടെ ആണെങ്കിലും നല്ലതാണ്, ഇതിന്റെ നല്ലതാണ്. എനിക്ക് i20-ല് അന്ന് ഇതുപോലെ കണ്ടൻസർ മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വാറണ്ടിയിൽ. അതിന്റെ ഇതുപോലെ ഇതിന്ന് ഒരു സൗണ്ട് വരുമായിരുന്നു. അങ്ങനെ അതിന്റെ കണ്ടൻസറും സെൻസറും ഒക്കെ മാറേണ്ടി വന്നു. അതെന്റെ എനിക്ക് തോന്നുന്നു പുതിയ വണ്ടി അവർ ചെക്ക് ലൈക്ക് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോലെ ഇറക്കിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും കംപ്ലൈന്റ് ആയിരുന്നു. മീൻസ് നമ്മൾ കൊടുത്ത അപ്പൊ തന്നെ ചേഞ്ച് ചെയ്ത് തരും, പക്ഷെ എപ്പോഴും ആ ഒരു ഇതുണ്ടായിരുന്നു. എല്ലാ വണ്ടിക്കും വാറണ്ടി എടുക്കാറുള്ളതുകൊണ്ട് അതെ അതെ കുഴപ്പമില്ല. ഹ്യുണ്ടായി ബയേഴ്സിനോട് സജസ്റ്റ് ചെയ്യുന്നത് അതാണ് അല്ലേ? അതെ അതെ. ഹ്യുണ്ടായി ഡെഫിനറ്റ്ലി ഗോ ഫോർ വാറണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കൈകൊള്ളും. പക്ഷെ ഉഗ്രം വണ്ടികളാണ്. നമുക്ക് സിറ്റിയിലൊക്കെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നടക്കാം, ഒരു പ്രശ്നമില്ല. കംഫർട്ടബിൾ ആണ്, ലുക്കാണ്. അതെ അതെ. ഇപ്പൊ പുതിയ ക്രെറ്റ ആണെങ്കിലും അടിപൊളിയാണ്. എനിക്ക് കുറച്ച് ഭയങ്കര ഫീച്ചേഴ്സ് ആണ് എല്ലാം. ഞാൻ എടുത്ത് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ മോഡൽ ഇറങ്ങി. അത് പിന്നെ വണ്ടി ഇപ്പൊ എല്ലാം 6 മാസം അപ്ഗ്രേഡ് ആവുകയാണല്ലോ. ഇടയ്ക്ക് ഫേസ് ലിഫ്റ്റുകൾ വരുന്നു, പുതിയ മോഡൽ വരുന്നു. എന്നോട് ഇപ്പൊ ആ റേഞ്ചിലുള്ള ബഡ്ജറ്റിൽ വണ്ടികൾ ചൂസ് കഴിഞ്ഞാൽ ഞാൻ ക്രെറ്റയാണ് പറയാറ്. സെൽറ്റോസും നല്ല വണ്ടിയാണ്, പക്ഷെ എനിക്കെന്തോ പുതിയ ക്രെറ്റ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാഹനം. അല്ല, ക്രെറ്റ ആ വണ്ടി ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട് എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്. എടുത്തില്ല, പക്ഷെ അവൻ ആ വണ്ടി നല്ല വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ കുറെ കൂടി അടിപൊളിയാണ്. ഭയങ്കര ലക്ഷറിയസ് ഫീൽ ആണ്. ആ ഒരു ഫ്രണ്ടിലെ ഡാഷ് ഒക്കെ ഒന്നുകൂടി മസ്കുലർ ആക്കി. അതെ, ഒരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ യൂസർ എക്സ്പീരിയൻസ് തന്നെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് ക്രെറ്റയെ പറ്റി പറയാനുള്ള പറയാനുള്ളത്. മെയിനായിട്ട് അതാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ ആയപ്പോഴേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുള്ളതുകൊണ്ട് ഇത് കുറച്ച് ലോങ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ
ഇത് രണ്ടും കൂടെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ആ സെക്കൻഡ് പാർട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ഗുഡ് ബൈ.